ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് മാജിക്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ പുതിയ വ്ളോഗിൽ ഇന്ന് കാണിക്കുന്നത് ഇവിടെയുള്ള ഫെസ്റ്റിവൽ സിറ്റി മാളിലേക്ക് നമ്മൾ പോയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഗ്രൗണ്ട് ഏരിയയിൽ തന്നെ മക്കൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ക്യാഷ് പേ ചെയ്തിട്ട് മക്കളെ കളിപ്പിക്കുന്ന ഏരിയകളാണ് കേട്ടോ. ഇവിടെ അല്ലാതെ തന്നെ വേറെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു മാളാണേ. ഇവിടെ പുതിയ 2 ചെറ്റോറ് ഷോക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ നോക്കിയിട്ടോ ചുറ്റോട്ടും നടന്നു നോക്കി. എനിക്കിപ്പോൾ കാറിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ എനിക്കിങ്ങനെ കാറിനൊക്കെ കാണാനും അതിൻ്റെ ബോഡിയും സ്ട്രക്ചറൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഈ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ കയറി ഇരുന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് കാണട്ടോ, അങ്ങനെ കയറി ഇരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനും ഇങ്ങനെ എല്ലാവരും കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അതിനോട് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നു. ഈ കാണുന്നത് പാർക്കിംഗ് ഏരിയ അല്ല കേട്ടോ, ഈ മാളിൻ്റെ റൂഫാണ്. പക്ഷേ ആ 2 കാറാണ് ആ പാർക്കിംഗ് റൂഫിൽ മൊത്തത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഇട്ടിരിക്കുന്നതൊക്കെ നമ്മളെ പെരുന്നാളിന് എടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഇക്കാക്ക് പിന്നെ 4 ഷർട്ട് ഉണ്ട്. മക്കൾക്ക് ഇട്ടത് പെരുന്നാൾക്ക് എടുത്തതിൽ കാഷ്വലായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു ഡ്രസ്സായിരുന്നു ഇന്ന് ഇട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇന്നും ഇട്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട്, രസമല്ലേ കാണാൻ? അപ്പോൾ അതിനുള്ള തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഉള്ള നൃത്തമാട്ടോ കാണുന്നത്. പിന്നെ ഇതിപ്പോൾ കണ്ടോ, ഒരു ഷോപ്പിൻ്റെ മുന്നിൽ 2 വലിയ കുതിരകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്ന ലെറ്റോ കണ്ടോ, ഈ ലെറ്റോ ഷോപ്പാണ് നമ്മുടെ ആലിയ ഭട്ടൊക്കെ വന്നിട്ട് ഒരു മിൽക്ക് കേക്കൊക്കെ കഴിച്ച് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇവരെ ബ്രാഞ്ചാണ്. ആലിയ ഭട്ട് കഴിച്ചത് എനിക്ക് തോന്നുന്നു ദുബായ് മാളിൽ മറ്റോ ആണെന്ന്. അപ്പോൾ നമ്മളവിടെ പോയി കേക്കിൻ്റെ റേറ്റൊക്കെ അന്വേഷിച്ചു കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വന്നാൽ പുറത്തേക്ക് വന്നാൽ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു വാട്ടർ ഡാൻസിൻ്റെ ഏരിയയും ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അവർ അവിടെ എന്തൊക്കെയോ ചെടികളും മറ്റൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വാട്ടർ ഡാൻസ് ഉണ്ടാവാറുണ്ട്, പക്ഷെ നല്ല പുഴുത്ത ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ വാട്ടർ ഡാൻസ് കാണാമെന്ന് വിചാരിച്ച് കുറേ നേരം നമ്മൾ അവിടെ നോക്കിയിരുന്നു. കുറേ നേരം മീൻസ് അതിന് മാത്രം നേരം നിന്നിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾക്ക് കുറേ നേരം നിന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ന്യൂ ഇയറിനൊക്കെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ന്യൂ ഇയറിൻ്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കയറാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ ഇവിടെ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രക്കും ആളുകളുടെ തിരക്കായിട്ട് അവർ എന്തൊക്കെയോ ടിക്കറ്റൊക്കെ കൊടുത്തിട്ടാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്നിട്ട് ചമ്മി പിന്നെ തിരിച്ച് പോകാണ്ടായത് കേട്ടോ. എന്നിട്ട് നമ്മളത് അവിടെ കാണുന്ന ഒരു ഖുറാൻ പാർക്ക് അവിടെ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ഇവിടുത്തെ വെടിക്കെട്ട് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സജ്ജനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ നോക്കി ചിരിക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതെന്താ അറിയില്ല, സാധാരണ അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടാവാറുണ്ട്. എല്ലാവരും അത് പ്രതീക്ഷിച്ച് നിൽക്കുക കേട്ടോ വെള്ളത്തിലേക്ക് നോക്കിയിട്ട്. സംഭവം വാട്ടർ ഡാൻസ് ഉണ്ടായില്ല. ഇത് അവിടുത്തെ ഒരു ബിൽഡിങ്ങിൽ പിന്നെ ഇങ്ങനെ ഇതിനൊത്ത മ്യൂസിക്കുകളും അവിടെ വരുന്നുണ്ട്. അങ്ങനെ മെസ്സിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. മ്യൂസിക്കൊന്നും നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാട്ടോ ആഡ് ചെയ്യാത്തത്. അപ്പോൾ വൈബാണ് പുറത്തൊക്കെ പോയി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ വൈബെല്ലാം മുഖ്യം, നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു ഇനി വാട്ടർ ഡാൻസ് കണ്ടില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ഉള്ളിൽ തന്നെ കയറാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഈ ലെറ്റോൻ്റെ മുന്നിലെത്തി എല്ലാ കേക്കിനെയും കാര്യമായിട്ട് നിരീക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നോക്കി ഒക്കത്തിന് റേറ്റാണ്, ഒന്നുമില്ല റേറ്റ് ഇല്ലാത്തത്. അപ്പോൾ ഒരു പീസിന് തന്നെ 35-40 ദിർഹം വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിച്ചു കേട്ടോ നമുക്ക് മേടിച്ചാൽ. ഞാനെല്ലായിടത്തും മുടക്കി. അപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ പിശുക്കി ഉണർന്നിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാണ് ഇത്ര ദിർഹംസ് കൊടുത്തിട്ട് ഒരു പീസ് കേക്ക്, അത് ചെറിയൊരു പീസായിരിക്കും, നമ്മൾ 4 ആളില്ല, ഒന്ന് കടിക്കാൻ പോലും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനത് മുടക്കി. പിന്നെ ഇതാ അവിടെ സ്കേറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പെയ്ഡ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വന്ന് നിന്നു, കാരണം മക്കൾ അടങ്ങി നിൽക്കുന്നില്ല, അതന്നെ കാരണം. അപ്പോൾ ഇത് 4 വഴിക്ക് ഓടുകയാണ്. അപ്പോൾ നമുക്ക് ഇവർ വൈത്താലും ഓടി മതിയായി. അവസാനം ഇവർ മക്കൾ കളിക്കുന്നതാകുമ്പോൾ കുറച്ച് നേരം നോക്കി നിന്നോളെ വെച്ചിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇവിടെ പിന്നെ എനിക്ക് തോന്നുന്നു ട്രെയിനർ ഉണ്ട്. അപ്പോൾ അറിയാത്ത കുട്ടികൾക്കൊക്കെ അവർ പിടിച്ച് നിന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അറിയുന്നവരും ഒക്കെ ഇവിടെ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മേലേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മുടെ ഐക്കുണ്ട്. പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഐക്ക എന്നാ പറയൽ. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഐക്കേൻ്റെ അവിടെ പോയി. അപ്പോൾ നമ്മളെ കൂടെയുള്ള കപ്പിൾസ് ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയില്ല തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് പറഞ്ഞു.
അല്ലാതെ ഇക്കാക്കനെ വിളിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് വരൂല കേട്ടോ ഈ മക്കളെ എടുത്ത് നടക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ ഇക്കാക്കനെ പിടിച്ച് വലിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവരുള്ളതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല, ഓര് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനും നെയ്ഹും ഐക്കൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് നമ്മുടെ കൂടെയുള്ള കപ്പിൾസിനെ കാണാനില്ല എന്നുള്ള വിവരം മനസ്സിലായത്. അപ്പോൾ ഇക്കാക്ക പിന്നെ ഓരെ തിരഞ്ഞു പോയി. ആ നേരം കൊണ്ട് ഞാൻ നെയ്ഹുവിന് എൻ്റെ ബാഗിൽ കുറച്ച് ആപ്പിളും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഈ ലൈറ്റ്സ് കണ്ടോ, പിന്നെ ഇങ്ങനെ പേപ്പർ ചുരുട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട പോലെ ഉണ്ട് കാണാനായിട്ട്. ഇതിപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ മക്കൾക്ക് കളിക്കാനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നെയ്ഹു അവിടെയൊക്കെ നോക്കിയിരുന്നു. പിന്നെ അവിടെ ഒരു ബെഞ്ച് ഉണ്ടപ്പോൾ ഞാൻ അവിടെ ചാടി കയറിയിരുന്ന കേട്ടോ, കുറച്ച് നേരം ഇരിക്കാമല്ലോ. പിന്നെ മോള് ഇതിമ്മ കുറച്ച് നേരം കളിച്ചിരിക്കുന്നുണ്ട്. നെയ്ഫുവിനെയും കൊണ്ടായിട്ടൊക്കെ പോയത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു. അങ്ങനെ അപ്പോഴേക്കും അവർ തിരിച്ച് വന്നു കേട്ടോ. പിന്നെ അവരെന്തോ വെള്ളം എന്തോ മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ചു, കുടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ അത് അവിടുന്ന് ആ എസ്കലേറ്റർ കയറിയിട്ട് മേലേക്ക് എത്തി. ഇവിടുന്ന് തൊട്ടിട്ടാണ് കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റിലേക്ക് ഇങ്ങനെ മെഴുകുതിരിയും ഗ്ലാസ് പിന്നെ ഇങ്ങനെ ബൗള് പാത്രങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ നടന്നു. ഇതിങ്ങനെ കുറച്ചിങ്ങനെ നമുക്ക് നടക്കാണ്ട് നമ്മൾ പിന്നെ ഒരു ട്രോളി എന്തായാലും എടുത്തു. മക്കളെ രണ്ടാളെ അതിൽ ഇരുത്തും ചെയ്യാം. വെറുതെ ഇരിക്കൊന്നും ഇല്ല കേട്ടോ, കയ്യിൽ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എണീറ്റ് ഓടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കയറിയവർക്ക് അറിയാതെ ഭയങ്കര ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ കണ്ടു കിടക്കാനായിട്ട്. ഇങ്ങനെ ഓരോ ബെഡും സോഫയും സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കയറുന്നവരെല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാൻ കയറുന്നവരൊന്നും അല്ല. പിന്നെ ഈ ബെഡൊക്കെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇരിക്കാനും കിടക്കാനും ഉറങ്ങാനൊക്കെ തോന്നും. ഒന്നാമത് പുറത്തത്തെ ചൂടൊന്നും ഇതിൻ്റെ ഉള്ളിലില്ലല്ലോ, നല്ല തണുപ്പാണ്. പിന്നെ മൊത്തത്തിലൊരു ഹോംലി ഫീൽ ആയതുകൊണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും വിൽക്കാനുള്ളതാട്ടോ. പില്ലോസ് ആയാലും സോഫ സെറ്റ് ആയാലും ഇനി അതിൻ്റെ അടിയിൽ വിരിച്ച മാറ്റ് ആയാലും അത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വെച്ച സാധനം എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാനിവിടെ ഒരു ചെയർ കണ്ടപ്പോൾ അതിൻ്റെ മേലേക്ക് ഇരുന്ന് ഒന്ന് കറങ്ങിയൊക്കെ നോക്കി. നല്ല സുഖം കിട്ടും അങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കാൻ. പക്ഷെ ഇതൊക്കെ നട്ടലിന് കേടല്ലേ അല്ലേ, ഇങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട്. അപ്പം ഇങ്ങനെ ടി വി കാണാനൊക്കെ ഇങ്ങനത്തെ ഒരു ചെയർ ഉണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ മക്കളെ ചോക്ലേറ്റ് ഏകദേശം തീരാനായിരുന്നു. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ വേഗം സ്പീഡ് നടക്കുക കേട്ടോ. എവിടെ മിറർ കണ്ടാലും എൻ്റെ പോസ് അത് നിർബന്ധം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഇന്നെ തന്നെ നോക്കിയിരുന്നു. എന്തൊരു ഭംഗിയാണ് ഇപ്പം എന്നെ കാണാൻ. ഇങ്ങൾക്കൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങളൊക്കെ എന്താ അവിടെ ഇരിക്കണ്, വെറുതെ അവിടെ സോഫ ഉണ്ടപ്പോൾ അവിടെ നോക്കിയിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുക കേട്ടോ. വിരുന്ന് എന്നാന്ന് പോലെ വിചാരം. അപ്പോഴേക്കും പിന്നെ ചോക്ലേറ്റൊക്കെ തിന്ന് കയ്യും മുഖമൊക്കെ നിറയെ ആക്കിയാണ്. അപ്പം ഒരാൾക്ക് കേക്ക തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. നെയ്ഹു ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവിടെ ഫുള്ള് ആ ടേബിളിൽ നിറയെ പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ഏത് പൊട്ടിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് നോക്ക്. അപ്പോൾ അവിടെ ഇനി നിന്നാൽ ശരിയാവില്ല വെച്ചിട്ട് അവിടുന്ന് വേഗം രണ്ടെണ്ണത്തിനെയും പിന്നെ ട്രോളിയിൽ തന്നെ ആക്കി നടന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ട്രോളിയിൽ ഇരിക്കാൻ അവർക്ക് വലിയ താല്പര്യമില്ല. എന്താ വെച്ചാൽ മിഠായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ആപ്പിളുള്ളതൊന്നും ഓൽക്ക് വേണ്ട കേട്ടോ, അതിനൊന്നും ഓൽക്ക് താല്പര്യമില്ല. ഇവിടെയൊക്കെ ഇതാ ഷെൽഫും കാര്യങ്ങളൊക്കെ ആണ് ഇട്ടുള്ളത്. ഒരുപാട് പല വെറൈറ്റി ഉള്ള ഷെൽഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബ്ലാക്കും പല കളറിലും ഒക്കെ ഉള്ള സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ മിറർ വരുന്നതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല വിധമുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നടന്നു. ഇവിടെ ഒന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അല്ല കേട്ടോ. എനിക്ക് ഈ ബെഡും സോഫയൊക്കെയാണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോന്ന് നമുക്ക് ഇവിടുന്ന് ടോയ്സൊക്കെ എടുത്ത് മക്കളെ കൈ കൊടുക്കാം കേട്ടോ. പോടായിട്ട് മുന്നേ അവിടെ തന്നെ വെച്ചാൽ മതി. പക്ഷേ നമ്മളെ മക്കൾക്ക് അങ്ങനെയുള്ള ടോയ്സിനോടൊന്നും താല്പര്യമില്ല. അവർക്ക് നമ്മൾ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണം കേട്ടോ. പിന്നെ ഇതൊക്കെ ഡൈനിങ് ടേബിൾ, ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഡൈനിങ് ടേബിൾ കിച്ചണൊക്കെ ആക്കി വെച്ച ഏരിയകളാണ് കേട്ടോ. അവരങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് പ്രൈസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കിച്ചണൊക്കെ ഒന്ന് ഇങ്ങനെ ആയി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കിച്ചൺ ഉണ്ടാക്കണം. അതൊക്കെ കേട്ടോ നമ്മളിങ്ങനെ നടക്കുമ്പോഴുള്ള ചർച്ച. അപ്പോൾ ഞാനും സജിയും കച്ചറ ഉണ്ടാക്കായിരുന്നു, ഈ കിച്ചണിൻ്റെത് എന്ന് പറഞ്ഞിട്ട് ഓരോ കിച്ചൺ കാണുമ്പോഴേ.
നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ്സിനൊക്കെ ദുബായിൽ വന്ന് ലക്ഷറി ലൈഫൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇന്നെപ്പോലെ അങ്ങനെ വിളിച്ചു പറയരുത് നമ്മൾ ഐക്യ വന്നതാണെന്ന്, അതൊന്നും ആരും അറിയണ്ട. ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ നല്ല നല്ല സോഫയിലും അവിടെയും ഇവിടെയൊക്കെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട തന്നെയാണ്. അപ്പോൾ ആർക്കും മനസ്സിലാവില്ല എന്ന്. അങ്ങനെ നമ്മളിതാ അവിടെയൊക്കെ നോക്കി നടക്കുക കേട്ടോ. എന്തിനാണ്, ഒരു കാര്യമില്ല, വെറുതെ നോക്കി നടക്കുക, ഒരു സാധനം മേടിക്കില്ല കേട്ടോ. നമ്മൾ കാര്യമായിട്ട് മാളിൽ വരുമ്പോൾ എന്തെങ്കിലും തിന്നാൻ മേടിക്കാൻ പോവുക, ഈ ഒരു പരിപാടിയേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു സാധനവും നമ്മൾ മേടിക്കുന്ന പതിവില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല ഡ്രസ്സൊക്കെ നോക്കിയാലായി. അതും അത്ര വലിയ ബ്രാൻഡഡ് ഷോപ്പിൽ നിന്നൊന്നും നമുക്ക് മേടിച്ചാൽ മുതലാവൂല കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവരുണ്ടാവും ഇങ്ങനെ സ്വകാര്യം പറയുന്നത് കണ്ടത്. അപ്പോൾ എന്താ ഞാൻ നോക്കി പോയപ്പോൾ എന്താ ഇത് ഫ്രിഡ്ജാണ് അത്രേ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് മാറി നിൽക്കുക സച്ചാ, ഞാൻ വീഡിയോ എടുക്കട്ടെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം നല്ല ഭംഗിയില്ല, ഇത് ഫ്രിഡ്ജാ തോന്നില്ല, സംഭവം ഷെൽഫിൻ്റെ മാതിരി ഉണ്ട് കാണാനായിട്ട്. പിന്നെ ഇങ്ങനെ ആ ചെറിയൊരു ഫ്രിഡ്ജാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ടല്ലേ. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഐഡിയകൾ കിട്ടും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി നടക്കുമ്പോഴേ. പിന്നെ ഈ ഏരിയയിലേക്ക് കിച്ചണിലേക്കുള്ള പിന്നെ സിങ്ക്, പൈപ്പ്, പിന്നെ ഗ്യാസ് സ്റ്റവ് പല വിധത്തിലുള്ളത് അങ്ങനെയൊക്കെയുള്ള ഏരിയയാണ് കേട്ടോ. ഇവിടുന്ന് ഇനിയിപ്പോൾ വീടുണ്ടാക്കുന്നവരൊക്കെ ഇവിടുന്ന് സാധനം മേടിച്ച് കൊണ്ടുപോകുന്നവരും ഉണ്ട്. നമുക്ക് വീടുണ്ടാക്കുമ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ ഒന്ന് നോക്കണം, പറ്റിയതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പഠിച്ചോണ്ടിനുള്ള ബർക്കത്തൊക്കെ തരട്ടെ. അപ്പോൾ അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി എടുത്തിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങാം, നമുക്ക് പറ്റുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വലുതല്ലാതെ ഇതേപോലെയുള്ള ബാസ്ക്കറ്റ് കാര്യങ്ങൾ, പിന്നെ കിച്ചണിലേക്കുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ ഒന്നും ആവശ്യമില്ല, അപ്പോൾ ഒക്കെ കിച്ചണിലൊക്കെ അത്യാവശ്യത്തിന് സാധനങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെ മേടിക്കണ്ടല്ലോ വെച്ചിട്ടാണ് മേടിക്കാത്ത. അപ്പോഴേക്കും നമ്മളെ നെയ്ഹ അവിടെ ചെയ്യാൻ തുടങ്ങിയേ. പിന്നെ ഓല എടുക്കലും ഞാൻ ഈ ഫോൺ വീഡിയോ എടുക്കലും കൂടി രണ്ടും കൂടി ഇങ്ങനെ നടക്കുക. ആ കണ്ടില്ല അപ്പുറത്തൊരു കുട്ടി ഇരിക്കുന്നത്, ആ കുട്ടിയൊക്കെ പിന്നെ ടോയ്സും വെച്ചിരിക്കുകയാണ്. ഇവർക്കൊക്കെ ആ ടോയ്സ് കൊടുത്തപ്പോൾ ഒരൊറ്റ ഏറായിരുന്നു. പിന്നെ സജ്ജ അവിടെ നിന്നൊക്കെ ബോധം പോയി, ഏതോ വർക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരുന്ന് ആടാണ് കേട്ടോ. ഒരു ഗമയിലിരുന്ന് ഇങ്ങനെ 2 സിസ്റ്റം കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആടാണ്. എന്താ അവൾ വിചാരിക്കണാവോ, ചിലപ്പോൾ ഏതെങ്കിലും കമ്പനീൻ്റെ വലിയ ബോസാന്നൊക്കെ വിചാരിച്ചിട്ടോ ഇരുന്ന് ആടുന്നുണ്ട്. ഓളെ പിയാപ്പിള അപ്പുറത്തും ഉണ്ട്. ഇപ്പോൾ മൂപ്പര് പിന്നെ അവിടെ നിന്നൊക്കെ പോന്ന് പിന്നെ ഇങ്ങനെ കമ്പ്യൂട്ടറൊക്കെ സെറ്റ് ചെയ്ത ഒരു റൂമിലാട്ടോ പോയി നോക്കുന്നത്. അവിടുത്തെ ലൈറ്റ് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള 2 പിന്നെ ചെയർ കണ്ടത് കേട്ടോ. ഇത് മക്കൾക്കൊക്കെ സ്റ്റഡി ടൈമിലൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു ചെയറാണ്. അപ്പോൾ ഞാൻ നെയ്ഹനെ അവിടെ ഇരുത്തി കുടുങ്ങി. ഓള് പിന്നെ ആടലിട്ടോ. ഞാൻ ഒരു വട്ടം തിരിച്ചു കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഇവരൊക്കെ പോയിട്ടോ എന്നെ ഇട്ടിട്ട്. പിന്നെ ഓൾ അവിടെ നിന്ന് എണീറ്റ് വരില്ല, ഓക്കെ ഇരുന്ന് വട്ടം തിരിയണം. എണീക്കാൻ പറഞ്ഞിട്ട് ഇരുന്ന് കരിയുക. പിന്നെ ഞാൻ പറഞ്ഞു മോളെ അപ്പുറത്തുണ്ട് വേറെ തിരിയണ ചെയർ, അതിൽ നമുക്ക് അപ്പുറത്തേൽ പോയിരിക്കാന്ന് പറഞ്ഞിട്ട് അതിനെ പിടിച്ച് വേറെ ചെയറിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. പക്ഷേ മുപ്പത്തിയാർക്ക് അത് ഇഷ്ടമായിട്ടില്ല. പിന്നെ ആദ്യത്തേക്ക് തന്നെ ഓടാണേ. അവിടുന്ന് ഞാൻ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ പിടിച്ച് കൊണ്ടുവന്ന് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഒരു ബെഡ്റൂം സെറ്റാണ് കേട്ടോ. ഇതിൽ മക്കൾക്ക് കിടക്കാനായിട്ടൊരു സെപ്പറേറ്റ് ബെഡ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോടുകൂടി പിന്നെ നെയ്ഹുവിന് ഭയങ്കര ഇഷ്ടമായേ. ഓൾ വേഗം അതിൽ പൊച്ച് മൂടി കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ബുക്കും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ടേബിള് സാധനങ്ങളൊക്കെ അവിടെ പിന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സജ്ജ അതാ പിന്നെ കുറേ നേരം വർക്ക് ചെയ്തതല്ലേ, അപ്പോൾ ഓൾ ആ ക്ഷീണത്തിൽ അവിടെ കിടക്കുകയാണ്. ഇതെങ്ങനെയുണ്ട്, പൊളിയല്ലേ, ഫുള്ള് മിറർ കേട്ടോ. എനിക്കിങ്ങനെ ഫുള്ള് മിററുള്ളത് വേണം, എനിക്കിങ്ങനെ എപ്പോഴും കണ്ണാടി വേണം കേട്ടോ ഇതിനെ കാണാനായിട്ട്. പിന്നെ ഇവർ രണ്ടാളും കൂടി പിന്നെ അതിൽ മൂടി പോച്ച് കിടക്കാൻ തുടങ്ങിയേ. ഇത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ എന്ത് ചെയ്ത് പിന്നെ അവിടെ ഇട്ട് പോയി. പിന്നെ ഞാനും മക്കളും അവിടെ ഒറ്റയ്ക്ക്, എനിക്ക് രണ്ടാളും കൂടി അവിടെ നിന്ന് പിടിച്ച് വലിച്ച് കൊണ്ടുവരാനും കഴിയൂല കേട്ടോ. പിന്നെ ഞാൻ കാക്കിനെ ഫോൺ വിളിച്ച് വരുത്തിയിട്ടാണ് പിന്നെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെ ഇവിടുന്നൊക്കെ അങ്ങോട്ടേക്കൊക്കെ ഫുള്ള് ഇങ്ങനെ ബെഡ്റൂം സെറ്റുകളാണ് കേട്ടോ. ഇവർക്ക് തന്നെയാണല്ലോ പണി, എവിടെ ബെഡ് കണ്ടാലും ഇരിക്കുക. ചിലപ്പോൾ ഇവർ കംഫി ആണോ നോക്കായിരിക്കും. ഈ ബെഡൊക്കെ ഇങ്ങനെ വലിച്ചു വാരിട്ട് പോയതാരാലേ, ഇതൊക്കെ മോഡേൺ ആണോല്ലോ ഇങ്ങനെ വലിച്ചു വാരിടുന്നത്. നമ്മൾ തന്നെ ഉള്ളൂ ഈ രാവിലെ എണീറ്റ് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി വിരിച്ചിടുന്നത് കണ്ടില്ല. എല്ലാ ബെഡും അങ്ങനെ കിടക്കുന്നത്. ഇനി ആൾക്കാർ വന്ന് കുത്തി മറിഞ്ഞ് കളിച്ച് അങ്ങനെ ആയതാണോ എന്നും അറിയില്ല കേട്ടോ. ഏതായാലും പിന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതും ഉണ്ട്, ക്ലോസ് ആയിട്ടുള്ള ബെഡൊക്കെ വെച്ചിട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ. അവർ റൂമിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കാക്കി കാണിച്ചു തരാം കേട്ടോ. താഴത്ത് വൈഫൈൻ്റെ പാസ്വേഡ് ഉണ്ട്, നോക്ക്, അത് എടുത്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം അതൊന്നും കിട്ടണില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ പോരി, എനിക്കിപ്പോൾ വൈഫൈ ഒന്നും വേണ്ടാന്ന്, നമുക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ നേരമില്ല, പിന്നെ ഇനിയിപ്പോൾ വൈഫൈ എടുത്തിട്ട്.
അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഒരു മോൻ എന്നെ കൊണ്ട് ഇതാ ഈ ഒരു പെരുമ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചടോ, ഇത് എവിടുന്ന് വന്നതാണ് ഈ ചെക്കനെ നിൽക്കാറില്ല കേട്ടോ. പിന്നെ നമ്മളെ പേടിപ്പിക്കുകയായി. ഞാനാണെങ്കിൽ ഒന്ന് പേടിച്ച മാതിരി അഭിനയിച്ചും ചെയ്ത്. പിന്നെ ഓന് മോളെ പാമ്പിനെ കൊണ്ട് കടുപ്പിക്കാനൊക്കെ വരും കേട്ടോ. അതുപോലെ ഉള്ള ടോയ്സാണ് തോന്നുന്നത്. നല്ല രസമുണ്ട് കാണാൻ. അത് കണ്ടാൽ കറക്റ്റ് പെരുമ്പാമ്പിൻ്റെ ലുക്കും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളാരും ഈ വഴിക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പെരുമ്പാമ്പിനെ കണ്ടതുമില്ല. കാണുകയാണെങ്കിൽ എനിക്കും അതുകൊണ്ടൊന്നും ഇരുന്ന് കളിച്ചു നോക്കണം എന്നുണ്ടായിന്. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങനെ പോന്നു കേട്ടോ. നേഹക്ക് ഇതിലിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വളരെ സാഹസികമായിട്ട് വീഡിയോയും എടുക്കുന്നുണ്ട്, മോളെ ട്രോളയിലിട്ട് ഉന്തുന്നുമുണ്ട് കേട്ടോ. എൻ്റെ ഓരോ കഷ്ടപ്പാടുകളെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങളറിയാം ഇതിനപ്പം എത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണമെന്നല്ലേ. പക്ഷേ എനിക്ക് കഷ്ടപ്പെടണം, എനിക്ക് പണ്ടേ കഷ്ടപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ള ഇതാ മക്കൾക്ക് കിടക്കാനുള്ള ബെഡ് സെറ്റിൻ്റെ ഒക്കെ ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ മക്കൾ കിടന്ന് കളിച്ചിട്ടാവുന്നുള്ളൂ. മൊത്തത്തിൽ അലങ്കോലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ മക്കൾക്കുള്ള ബെഡും ഇങ്ങനെ കൊതുക് വലയൊക്കെ വരുന്ന മൊത്തത്തിൽ വരുന്ന ഇതുള്ള ഏരിയ ആണ്. കാക്ക ഇരുന്ന് നഖം കടിക്കുക കേട്ടോ. അപ്പം എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് നഖം കൈ വലിച്ചതാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ പിന്നെ ഫുഡിൻ്റെ ഏരിയയിലെത്തിയിട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഇങ്ങനെ കാര്യമായിട്ട് ഇരിക്കുകയാണ്. എന്തിനാ ഇരിക്കുന്നത്, ഒന്നും ഇവിടുന്ന് മേടിക്കണമെന്നൊന്നുമില്ല, വെറുതെ ഇരുന്ന് വർത്താനം പറയാട്ടോ. ആൾക്കാർ വിചാരിച്ചോട്ടെ നമ്മളെന്തെങ്കിലും ഓർഡർ ചെയ്തിരിക്കുകയെന്ന്. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കുറേ തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കി. എല്ലാവരും ഫുഡൊക്കെ മേടിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഫുഡ് കിടന്ന് മേടിക്കില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോവുക, അവിടെ വെറുതെ ഷോർട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, കായില്ലാത്തോലും ഇറച്ചിക്ക് കത്തിക്കണേനി ഇവിടെ വെറുതെ നോക്കി ഇരുന്നിട്ട് എന്താ കാര്യം. അങ്ങനെ പിന്നെ നമ്മളത് പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയേ. പിന്നെ നമ്മളിതാ ഒരു വെറൈറ്റിക്ക് ലിഫ്റ്റിൽ താഴേക്ക് ഇറക്കാറുണ്ട്. എപ്പോഴും എസ്കലേറ്ററിലല്ല ഇറങ്ങുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ ഇതാ താഴേക്കൊക്കെ ഇറങ്ങി നമ്മളെ വണ്ടീൻ്റെ അടുത്തെത്തിയിട്ടോ. അങ്ങനെ നമ്മൾ മക്കളൊക്കെ ഉള്ളിലേക്ക് ഇട്ട് വണ്ടി കയറി. ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടി എടുക്കുന്ന ഒരു ഷോട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വലിയ വലിയ വ്ളോഗർമാരൊക്കെ ഇങ്ങനെയല്ലേ എടുക്കുക. അപ്പോൾ നിങ്ങൾ വണ്ടി ഓൺ ചെയ്ത് പൊയ്ക്കോളി, ഞാൻ പോണതൊക്കെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഇക്കാക്കായതുകൊണ്ട് പിന്നെ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്തായാലും ഇന്നിട്ട് കളിപ്പിക്കും എന്നുള്ളത്. എന്തായാലും വേണ്ടിയില്ല, എനിക്കൊരു വീഡിയോ കിട്ടുമല്ലോ വെച്ചിട്ട് ഞാൻ മൂപ്പരോട് പോകാൻ പറഞ്ഞേ. അപ്പോൾ മൂപ്പര് ആയിക്കോട്ടെ ശരി, ഞാൻ അവിടെ കുറച്ച് അപ്പുറത്തെത്തിയിട്ട് വണ്ടി എടുത്താറിനാണ്ട് പോയി. എന്നിട്ട് കുറച്ച് അപ്പുറത്തെത്തിയപ്പോൾ പാവാണ്, നല്ലൊരു മനുഷ്യൻ അവിടെ എത്തിയപ്പോൾ വണ്ടി നിർത്തി തന്നിട്ടോ. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഇനിയും വണ്ടി എടുക്കും എന്നുള്ളത്. അങ്ങനെ ഇന്നെ കുറച്ച് നേരം അവിടെ ഇട്ട് ഓടിപ്പിച്ച് കളിപ്പിച്ചേ. അതിൽ ബാക്കിൽ വേറെ വണ്ടി വന്ന് ഹോണടി ആയപ്പോൾ മൂപ്പർക്ക് വേറെ നിവൃത്തിയില്ലാതെ ഇന്നെ വണ്ടി കയറ്റി. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ അടുത്തത് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടേക്ക് പോകുന്നു ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തോ ഒരു ചിക്കൻ്റെ ഇതാണ് ബ്രോസ്റ്റഡൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്, അത്യാവശ്യം ഫേമസ് ആണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കാണ് പോകാറിട്ട് അങ്ങോട്ട് പോവുകയാണേ. അങ്ങനെ ഇതാ നമ്മൾ അവിടുത്തെ ഷോപ്പിലൊക്കെ എത്തി. അപ്പോൾ എന്താ ഓർഡർ ചെയ്യണമെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും ചിക്കൻ വേണ്ട, എനിക്ക് എന്തെങ്കിലും ബർഗർ ഐറ്റം മതി. എനിക്കില്ലടോ ചിക്കൻ കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വരും, ഒരു പീസിൽ കൂടുതൽ എനിക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇങ്ങനെ ബ്രോസ്റ്റഡൊന്നും കഴിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ബർഗറൊക്കെ ആകുമ്പോൾ എനിക്ക് കഴിക്കാൻ കഴിയും, പിന്നെ എന്തെങ്കിലും റോളൊക്കെ ആണെങ്കിൽ. അങ്ങനെ ഒരു ബർഗറിന് ഞാൻ ഓർഡർ ചെയ്തു. ഇവരൊക്കെ എന്തൊക്കെയോ ചിക്കനും പിന്നെ എന്തോ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തതും ഒക്കെ ഉണ്ടായിരുന്നു. ഒരതൊക്കെ കൂട്ടി കഴിച്ചു. ചെറിയ ബർഗറായിരുന്നു കേട്ടോ. അപ്പം പിന്നെ വയറ് നിറയാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമ്മൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ചിക്കൻ അപ്പോൾ എനിക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ നമ്മളിത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇല്ലേ നമ്മളെ വീഡിയോസിനൊക്കെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യടോ. പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായി ലൈക്ക് ചെയ്യ്, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ലൈക്ക് ചെയ്യാൻ. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യ്, അതൊക്കെ നമുക്കൊരു സപ്പോർട്ടല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.